വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുന്നിൽ വിവിധ സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ്. KSU MSF മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ അനുശോചന യോഗം ചേരുകയാണ്. ബിജീഷ് ഗോവിന്ദൻ വിവരമായി ചേർന്നു. ബിജീഷ്, പ്രതിഷേധം അവസാനിച്ചു. അജിംസയ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി KSUവിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ കോളേജിനകത്തേക്ക് നടന്നു. അവിടെ കോളേജ് ഓഫീസിന്റെ മുന്നിൽ വെച്ച പോലീസ് ഇത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ MSFന്റെ പ്രതിഷേധം നടന്നു. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധമാണ് കോളേജിന് മുന്നിൽ നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കോളേജിൽ നിന്ന് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില രേഖകളും പോലീസ് ഈ അന്വേഷണ സംഘം ഇവിടെ നിന്ന് ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. സമാന്തരമായി തിരുവനന്തപുരത്തും അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയാണ് പ്പെടുന്നത്. ഇതിനൊപ്പം തന്നെ വേറൊരു കേസ് കൂടി പോലീസ് അന്വേഷണം നടത്തുന്നു. അതായത് ഈ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഏഴോം സ്വദേശി നൽകിയ പരാതിയുടെ അകത്ത് ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. ആ വിഷയത്തിനകത്തും ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സൈബർ വിഭാഗമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. അവര് നിതിൻ രാജിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം പറയുന്നത് ഈ ലോൺ ആപ്പിന്റെ ഈ നിതിന്റെ ഫോണിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ാണ് നടന്നത്. അതല്ല നിതിൻ രാജ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണോ ഈ ലോൺ വിഷയത്തിൽ നടന്നത് എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. KSU ആണ് പ്രതിഷേധം ഇന്ന് തുടക്കമിട്ടതെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷനിലാണ്. ഇത് കഴിഞ്ഞ് SFIയും മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അനുശോചന യോഗം നടക്കുകയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുമ്പ്.